ഗ്രൂപ്പ് റൗണ്ടിലെ 3 മത്സരങ്ങളും അനായാസമാണ് ലോക ചാമ്പ്യന്മാർ വിജയിച്ചു കയറിയത്. ആദ്യ മത്സരത്തിൽ തന്നെ അൾജീരിയക്കെതിരെ 3 ഗോളിൻ്റെ വിജയം, പിന്നെ ഓസ്ട്രിയയെ 2 ഗോളിന് തകർത്തു. അവസാനം ജോർദാനെ 1-നെതിരെ 3 ഗോളുകൾക്കും തകർത്തെറിഞ്ഞുകൊണ്ടുള്ള വമ്പൻ വിജയങ്ങൾ. പക്ഷേ റൗണ്ട് ഓഫ് 32-വിൽ കാര്യങ്ങളെല്ലാം മാറി മറഞ്ഞു. ആഫ്രിക്കൻ കുഞ്ഞന്മാരായ കേപ്പ് വെർദെയോട് അർജന്റീന വിയർത്താണ് വിജയിച്ചത്. ലോക ചാമ്പ്യന്മാരെ വിറപ്പിക്കുന്ന പ്രകടനമാണ് കേപ്പ് വെർദെ പുറത്തെടുത്തത്. അതും അർജന്റീന 2 തവണ ലീഡെടുത്തിട്ടും അർജന്റീനക്ക് മത്സരം കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിച്ചില്ല. ആദ്യ പകുതിയിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ അർജന്റീനയെ രണ്ടാം പകുതിയിൽ കേപ്പ് വെർദെ വെള്ളം കുടിപ്പിക്കുകയായിരുന്നു. അർജന്റീനയുടെ പ്രശ്നങ്ങൾ എന്തെന്ന് വിളിച്ചോതിയ മത്സരം. എങ്ങനെ അർജന്റീനക്കെതിരെ കളിക്കണമെന്ന് കേപ്പ് വെർദെ മറ്റുള്ള ടീമുകളെ പഠിപ്പിക്കുകയായിരുന്നു. ടീമിൻ്റെ മധ്യനിരയിലും ഡിഫൻസിലുമുള്ള വലിയ പ്രശ്നങ്ങൾ കേപ്പ് വെർദെ ഫുട്ബോൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി. അർജന്റീനയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പിനെ അതിജീവിച്ചുകൊണ്ടാണ് അർജന്റീന ഈജിപ്തിനെതിരെ നേരിടാനൊരുങ്ങുന്നത്. ടീമിലെ പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ സ്കലോണി ആശാൻ തിരിച്ചറിയുന്നു. ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഈജിപ്തിനെതിരെ അർജന്റീനയുടെ പ്ലേയിങ് ലെവലിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെയായിരിക്കും ഇറങ്ങുക എന്ന് സ്കലോണി കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നു. അതെ, മുന്നറിയിപ്പ് അതിജീവിച്ച അർജന്റീനയെയാണ് ഫുട്ബോൾ ലോകം ഏറ്റവും ഭയക്കേണ്ടത്. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് സൗദിയോടേറ്റ അപ്രതീക്ഷിതമായ തിരിച്ചടി. അതും 5-6 ഗോളുകൾക്ക് സൗദിയോട് വിജയിക്കാമെന്ന് കരുതിയ അർജന്റീന 36 മത്സരങ്ങൾക്കൊടുവിൽ തോൽക്കുന്നു. എന്ത് സംഭവിച്ചെന്ന് സ്കലോണി കൃത്യമായി മനസ്സിലാക്കിയ ശേഷം പിന്നെയുള്ള ഓരോ മത്സരവും അർജന്റീനയ്ക്ക് ജീവൻ മരണ പോരാട്ടങ്ങളായിരുന്നു. അർജന്റീന ഖത്തർ വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ അങ്ങനൊരു മുന്നറിയിപ്പാണ് സ്കലോണിക്ക് ലഭിച്ചത്. ഞാൻ അർജന്റീന പരിശീലകനായതിനു ശേഷമുള്ള ഏറ്റവും കടുപ്പമേറിയ മത്സരങ്ങളിലൊന്നായിരുന്നു കേപ്പ് വെർദെക്കെതിരെ നേരിട്ടതെന്ന് സ്കലോണി പറയുന്നു. അതെ, അർജന്റീന വലിയൊരു മുന്നറിയിപ്പാണ് അതിജീവിച്ചിരിക്കുന്നത്. ഇനി മുന്നിലുള്ളത് ഈജിപ്താണ്. കേപ്പ് വെർദെക്ക് ലഭിച്ചതുപോലുള്ള ഒരവസരം ഈജിപ്തിന് സ്കലോണി അനുവദിക്കില്ല. കാരണം ലഭിച്ച മുന്നറിയിപ്പ് കൃത്യമായി ഗ്രൗണ്ടിൽ നടപ്പാക്കാൻ ശേഷിയുള്ള അപൂർവം പരിശീലകന്മാരിൽ ഒരാളാണ് ലയണൽ സ്കലോണി. ഈജിപ്തിനെ കളം നിറയാൻ അനുവദിക്കാതെ പൊസിഷൻ ഫുട്ബോളിലോട്ട് തന്നെയായിരിക്കും അർജന്റീനയുടെ കോൺസെൻട്രേഷൻ മുഴുവൻ. സ്കലോണി ആശാന്റെ ചിന്തകൾക്കും പ്ലാനുകൾക്കും ഇനി വീര്യം കൂടുമെന്ന കാര്യത്തിൽ സംശയങ്ങളില്ല. ഈജിപ്തിനെതിരെ അർജന്റീന ഒരു വമ്പൻ വിജയം നേടുമെന്ന് തന്നെയാണ് ഞാൻ കരുതപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് നൗ.